തിരുവിതാംകൂറിലെ കോൺഗ്രസ്സുകാരെ പോലെയല്ല മലബാറിലെ കോൺഗ്രസ്സുകാർ. അവർക്ക് വെള്ളാപ്പള്ളിയെ പേടിക്കേണ്ടതില്ല. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അത് കോൺഗ്രസ്സുകാരായിട്ട് ചർച്ച ചെയ്ത് നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണ് പൊളിമിക്സിന് കാണാനാവുന്നത്. ആ രാഹുൽ ഗാന്ധിയുടെ വിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. രാഹുൽ ഗാന്ധിയെ സ്ഥാനത്തും അസ്ഥാനത്തും വളരെയേറെ വിമർശിച്ച ഒരാളായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി. രാഹുലിനെ കോമാളി എന്ന് വിളിച്ചാക്ഷേപിച്ചിട്ടുണ്ട്. പപ്പു എന്ന് വിളിച്ച് പലതവണ പരിഹസിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു യഥാർത്ഥ മുസൽമാനെ കാഫർ എന്ന് വിളിച്ചാൽ വിളിച്ചവൻ കാഫറായി പോകുമെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ കോമാളി എന്ന് വിളിച്ചാക്ഷേപിച്ച നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സാക്ഷാൽ കോമാളിയായി ആഭാസ കഥാപാത്രമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു സത്യമാണ്. ഇനി ഇത് കേട്ടിട്ട് KC അബു രാഹുലിനെ മുസ്ലിമും മോദിയെ കാഫിറുമാക്കി എന്നൊന്നും ആരും പറയാൻ നിൽക്കണ്ട. അദ്ദേഹത്തിന് ഉദ്ധരണിയും പഴഞ്ചൊല്ലുമില്ലാതെ പ്രസംഗം വരില്ല. അതുകൊണ്ടാണ് ഒന്നൊത്താൽ മൂന്നൊക്കും. ഇതൊക്കെ പഴഞ്ചൊല്ലും പതിരില്ലാത്ത കാര്യമാണ്. രാഘവൻ 2 തവണ MP ആയി. 3ാമത്തെ ഇലക്ഷനാണ്. 2 തവണ ജയിച്ചു. 3ാം തവണയും പടച്ചോന്റെ സഹായം കൊണ്ട് MK രാഘവൻ ജയിക്കും. പടച്ചോനെ വിളിക്കുന്നത് ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ് അബു സാഹിബേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കേസ് ഓർമ്മയുണ്ടല്ലോ. കഴിഞ്ഞ തവണ ജയിച്ചിട്ട് അവിടെ മന്ത്രിയൊന്നും ആയിട്ടില്ല. ഇത്തവണ ജയിച്ചാൽ, കഴിഞ്ഞ തവണ ജയിച്ച് മന്ത്രിയാവാഞ്ഞത് കേന്ദ്രത്തിൽ നമ്മൾ ഗവൺമെൻറ്റിലായിട്ടാണ്. ഇത്തവണ ജയിച്ചാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിലെ ചെങ്കോലിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയാണെങ്കിൽ, ഈ വർഷം ആഗസ്റ്റ് 15-ാം തീയതി ചരിത്രമുറങ്ങുന്ന ഡൽഹിയിലെ ചെങ്കോട്ടയിലെ ചെങ്കോലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ദേശീയ പതാക ഉയർത്തുവാൻ പോകുന്നത് കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ ഗാന്ധി ആയിരിക്കും. ആ രാഹുൽ ഗാന്ധിയുടെ ഗവൺമെന്റിൽ കോഴിക്കോടിനെ പ്രതിനിധീകരിക്കുന്ന MP ആയ രാഘവന് തീർച്ചയായും ഒരു മന്ത്രിയൊക്കെ ആകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അഥവാ അനുഗ്രഹിച്ചില്ലെങ്കിൽ രാഘവൻ ജയിച്ചിട്ടും കോൺഗ്രസ് ഭരണത്തിലെത്തിയിട്ടും മന്ത്രിയായില്ലെങ്കിൽ KC അബു തല മൊട്ടയടിക്കുമോ എന്നാണ് പൊളിമിക്സിന് ചോദിക്കാനുള്ളത്. അല്ല, വെള്ളാപ്പള്ളിയുടെ തലയും അബുവിൻ്റെ തലയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഏതായാലും പൊളിമിക്സ് പോവുകയാണ്. നന്ദി, നമസ്കാരം.